ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇലയട തയ്യാറാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മളതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ടാണ് തിളപ്പിക്കുന്നത്. ഇത്രയും വെള്ളം പോരാ, ഇനിയും കുറച്ചുകൂടി വെള്ളം വേണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ കൂടിപ്പോവും. എടുത്തിരിക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളവും ചേർക്കാൻ. പൊടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കിനെ അതിൻ്റെ അളവ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ 3-4 തവണ വെള്ളം കുറച്ച് ഒഴിച്ചാണ് ഇത് മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. പൊടി പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇതിന് നല്ല ചൂടായിരിക്കും. പിന്നെ നമ്മളിത് മൂടി തന്നെ വെക്കണം, തുറന്ന് വയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് തേങ്ങ എടുക്കാം. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര എടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര മതിയാവും. പിന്നെ നമുക്ക് ഏലക്ക, ജീരകം എന്നിവ പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് സ്പൂൺ കൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയുടെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഇത് സ്പൂൺ കൊണ്ടായിരുന്നു മിക്സ് ചെയ്തെടുത്തിരുന്നത്. ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. കയ്യിൽ ഒട്ടത്തൊന്നുമില്ല. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഇത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിന് വേണം. നമ്മുടെ കയ്യിലും ഒത്തിരി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ മാവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാം. ഞാനൊരു വാഴയില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടത് കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. കയ്യിൽ ഒട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് മുക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. കൈയുടെ പാടൊന്നും ഇതിൽ വരുമെന്നുള്ള പേടി വേണ്ട. ഒരുപാട് കനമൊന്നും വേണ്ട. കനം കുറച്ച് നല്ല നീളത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ച് അതിങ്ങനെയൊന്ന് പരത്തിയെടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ പാടൊന്നും വീഴത്തുമില്ല. ഒരെണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അതിനായിട്ട് വാഴയിലയിൽ നമ്മൾ കുറച്ച് മാവ് വെച്ച് അത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈ വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കനം കുറച്ച് വേണം പരത്താൻ. ഇത് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചിട്ട് അത് നന്നായിട്ട് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇല മടക്കി കൊടുക്കണം. ഇല മടക്കി കഴിയുമ്പോൾ നമുക്ക് അതിന് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കൈവിരലുകളൊന്നും അടയിലുണ്ടാവില്ല. അതുപോലെ തന്നെ അടയ്ക്ക് കട്ടിയും കുറവായിരിക്കും.
ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടയെല്ലാം വെച്ചതിന് ശേഷം ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അടയൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.